ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു ഇന്ത്യയിൽ. അത് ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടായിരിക്കുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല സത്യം പറഞ്ഞാല്. ഇന്ത്യയിൽ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഇന്നത്തെ വിപണിയിൽ, ഫിനാൻഷ്യൽ വിപണിയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവരാൻ പോകുന്നു. എന്ന് വെച്ചാൽ നമ്മളെ റിയൽ എസ്റ്റേറ്റിൽ വന്നാൽ നമ്മളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന മുതലുള്ള കാര്യങ്ങൾ ഡീസെൻട്രലൈസിൽ വരാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ കംപ്ലീറ്റ് സ്റ്റോക്കുകൾ, ഷെയർ മാർക്കറ്റിലെ എല്ലാ സ്റ്റോക്കും ഡീസെൻട്രലൈസ് ചെയ്യാൻ പോകുന്നു. ഏറ്റവും വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്നു. ഗവൺമെന്റ് ആണ് കേട്ടോ, ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നു. മാത്രല്ല, ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം, ലോകത്ത് ആദ്യമായിട്ട് CBDC ലൈസൻസ് ആദ്യമായിട്ട് അപ്രൂവൽ കിട്ടിയ രാജ്യം ഇന്ത്യയാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ റുപ്പി ഇറക്കുന്ന പോലെ പല രാജ്യങ്ങളും ഈ റുപ്പി പോലത്തെ അവരുടെ നാണയങ്ങൾ, അവിടുത്തെ കറൻസികൾ ഇറക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് ഈ ലൈസൻസ് കരസ്ഥമാക്കിയ രാജ്യമായിട്ട് ഇന്ത്യ അറിയപ്പെടാൻ തുടങ്ങും. ഇപ്പൊ തന്നെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ ലൈസൻസ് കിട്ടിയതായിട്ട് ഒരുപാട് യൂട്യൂബിൽ കാണാൻ ചിലപ്പോൾ സാധിക്കും. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ അറിയാൻ യഥാർത്ഥ കാര്യങ്ങൾ അവർ എന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്, വളരെ സന്തോഷിക്കാനുള്ള സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ലൈഫ് ഇൻഷുറൻസ്, വണ്ടീന്റെ ഇൻഷുറൻസ്, ഇതൊക്കെ ഡീസെൻട്രലൈസ് ചെയ്യാൻ പോകുന്നു ഗവൺമെന്റ്. അതായത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് നമ്മളെ PVC അല്ലെങ്കിൽ ഒരു ടോക്കണൈസ് ചെയ്യുന്ന സമയത്ത്, ടോക്കണൈസേഷൻ ആണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ടോക്കണൈസേഷൻ ആണ്. അപ്പോൾ ടോക്കണൈസേഷൻ നടക്കാൻ പോകുന്നു എല്ലാ മേഖല, സമസ്ത മേഖലയിൽ. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു പീസായിട്ട് എന്ത് സാധനങ്ങൾ ഈ ലോകത്തുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടോ, പ്രൊഡക്റ്റ് മുതൽ എല്ലാ സർവീസും ടോക്കണൈസ് ചെയ്യാൻ ഇന്ത്യ റെഡി ആയിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ലൈസൻസ് കിട്ടിയ രാജ്യം ഇന്ത്യയാണ്. 4ാം സ്ഥാനത്താണ്. ഇപ്പൊ അവർ പറയുന്നത് 4ാം സ്ഥാനത്താണ് അമേരിക്ക പോലും ആയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാലറ്റ് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇന്ത്യയിലാണ്. അതും 4ാം സ്ഥാനം. US പോലും 4ാം സ്ഥാനമാണ്. ഇന്തോനേഷ്യയാണ് 2ാം സ്ഥാനം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ 10 ദിവസത്തെ ചർച്ചയിലുള്ളിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ ബിസിനസ് ചെയ്യുന്നത് വലിയ മുമ്പത്തെ കഴിഞ്ഞ വർഷത്തിനെക്കാളും കൂടുതലുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഓൾറെഡി നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വലിയ പ്രയാസമില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ 2026 മാർക്കറ്റ് അത്രയും സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നു. കാരണം റിയൽ എസ്റ്റേറ്റിൽ മാത്രം, സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ടോക്കണൈസ് ചെയ്യപ്പെടുമ്പോൾ, ഗവൺമെന്റ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന 7 മാസം കൊണ്ട് നടക്കുന്ന പറയുന്നത്, വരുന്ന 7 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറയുന്നത്. അത്ര വലിയ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ടോക്കണൈസേഷൻ വരാൻ പോകുന്നത്. അങ്ങനെ ആവുമ്പോൾ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലെ രാജ്യത്ത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം പേൾവിൻ ഇന്റർനാഷണലിന്റെ PVC എന്ന് പറഞ്ഞ ടോക്കൺ ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. ഞങ്ങളൊക്കെ 7 വർഷം കംപ്ലീറ്റ് ചെയ്ത് 8ാമത്തെ വർഷമാണ് പേൾവിന്റെ പേരും പറഞ്ഞ് നടക്കുന്നത്. ഞാനും എൻ്റെ മോനൊക്കെ. ഒരുപാട് ആളുകൾ നമ്മൾ ആദ്യത്തെ 2-3 വർഷം ഈ ടോക്കണെന്നും DP എന്നും ഡീസെൻട്രലൈസ്ഡ് എന്നും ഡിജിറ്റൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിഹാസമാക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചാനലൊക്കെ കളഞ്ഞിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ട്. പക്ഷെ ഇതിന്റെ സാധ്യത അന്ന് മുതൽ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അന്ന് മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ തീവ്രത ഈ വർഷം വളരെ കൂട്ടാനാണ് തീരുമാനിച്ചത്. കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രല്ല, എനിക്കൊരു വീഡിയോ ഒന്ന് കാണിക്കേണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കുറേയധികം സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു വീഡിയോ മെറ്റ ആർമി കാണിച്ചു. അത് 8 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് കാണിച്ചു. യൂട്യൂബിലുണ്ട്. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്നെ കാണിച്ച വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതായത് 8 വർഷം മുമ്പ് 2017. വേണമെങ്കിൽ ഒരു സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. കാരണം പിന്നീട് നിങ്ങൾ ഞാൻ എടുക്കാം. എന്നാലും കൂടി ഒന്നും കൂടി വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ ആ വീഡിയോന്റെ ഒരു പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഒറ്റ സെക്കൻഡേ. സാറേ കാണുന്നുണ്ടോ? സാറേ കാണാം. സ്ക്രീനിൽ വന്നോ? വന്നു. എന്താണ് സാറേ അതിൽ വായിക്കാൻ പറ്റുന്നത്? ബ്ലോക്ക് സ്പീക്ക് എന്ന് കാണുന്നുണ്ടോ? ബ്ലോക്ക് സ്പീക്ക്, അതെ. കോൺഫറൻസ് 2017. അത് ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയിലെ
ഏറ്റവും വലിയ ബിസിനസ്സുകാർ പങ്കെടുത്തൊരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഈ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ജെൻസസ് മൈനിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് ആയിട്ടുള്ള നാസ്ഡാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മൈനിങ് കമ്പനി, USA ബേസ് ചെയ്തിട്ടുള്ള കമ്പനി 2017 മുംബൈയിലും ബാംഗ്ലൂരും വെച്ച പ്രോഗ്രാമിന്റെ വീഡിയോസ് ഇന്ന് യൂട്യൂബിലുണ്ട്. ആകെ 4000 പേര് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്നെ കാണിക്കുമ്പോൾ അതിന്റെ താഴെ നിങ്ങൾ നോക്ക്, അതിന് താഴെ കണ്ട 3900 ഇപ്പൊ നോക്കുമ്പോ 8 years ago. ഞാൻ ഇത് കാണിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മൾ അറിയുന്നില്ല ഇന്ത്യ ഇങ്ങനെയുള്ള സംവിധാനം ഇവിടെ നടത്തുന്നുണ്ടെന്ന്. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വാലറ്റ് പ്രോഗ്രാം, ഇതുപോലെയുള്ള എല്ലാ പ്രോഗ്രാമിന്റെ പിന്നിലും ഇന്ത്യയിലെ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ പല ആളും ചോദിക്കും, എന്തുകൊണ്ട് അതിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഗവൺമെന്റ് പറയുന്നില്ല, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, മീഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിന് ഗവൺമെന്റ് ഒരു വലിയ രീതിയിൽ ഒരു അപ്രൂവൽ കൊടുത്തു എന്നോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു പബ്ലിക്കായിട്ട് ഇത് ജനങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വഴി അറിയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും ആളുകൾ വാലറ്റ് വാങ്ങിക്കാനും കിറ്റ് വാങ്ങിക്കാനും. അപ്പൊ ഈ നിയമസാധ്യത ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ മാറുന്നത്. മാത്രമല്ല, ബാങ്കിന് വലിയൊരു ഉദ്ദേശമുണ്ട്, അവരുടെ സ്വന്തം കറൻസി ഇറക്കുക എന്നില്ലേ. ഇന്ത്യയിലെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് ഈ CBDCയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം, ഗവൺമെന്റ് ഉടനെ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കുന്നില്ല, അങ്ങനെ ടോക്കൺ ഇറക്കുന്നില്ലെങ്കിൽ മജോറിറ്റി ആളുകളും മറ്റ് ക്രിപ്റ്റോ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇത് ഗവൺമെന്റ് മനസ്സിലായി. അതുകൊണ്ടാണ് ഗവൺമെന്റ് ധൃതി പിടിച്ച് CBDCയുടെ ഫസ്റ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ രാജ്യമായി മാറിയത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് 100% ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാതിന് കാരണം ഇവിടുത്തെ ബാങ്കുകൾക്ക് വലിയ പ്രശ്നമുണ്ട്. ആളുകളുടെ പൈസ കംപ്ലീറ്റ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലേക്ക് പോകും. ഷെയർ മാർക്കറ്റിലെ പൈസ ഷെയർ മാർക്കറ്റ് ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന RBI പോലും പ്രശ്നത്തിലാവും. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം. പക്ഷെ CBDC വരുന്നതോടുകൂടി ഗവൺമെന്റ് തന്നെ അനൗൺസ് ചെയ്യും, എല്ലാവരും ടോക്കണൈസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് അറിയിക്കും. കാരണം നമ്മൾ ആധാർ അടക്കമുള്ള എല്ലാ എവരി പീസ് ഓഫ് എന്തുണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഗോൾഡ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ വർഷം 2026 ടോക്കണൈസ് ചെയ്യാൻ പോകുന്നു, ഡീസെൻട്രലൈസേഷൻ പോകാൻ പോകുന്നു, ബ്ലോക്ക് ചെയിനിലേക്ക് പോകാൻ പോകുന്നു. ഇത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ടോട്ടലി എക്സൈറ്റഡ്. അത് മെറ്റാർമി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 100% അത് ചെയ്യാൻ തീരുമാനിക്കോടൊപ്പം വളരെ ആവേശത്തിലും കൂടിയാണ് ഞാൻ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. പിന്നീട് പറയാനുള്ള ആ കാര്യം, നമ്മൾക്ക് നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ടോക്കണൈസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് അറിയിക്കും. കാരണം നമ്മൾ ആധാർ അടക്കമുള്ള എല്ലാ എവരി പീസ് ഓഫ് എന്തുണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഗോൾഡ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ വർഷം 2026 ടോക്കണൈസ് ചെയ്യാൻ പോകുന്നു, ഡീസെൻട്രലൈസേഷൻ പോകാൻ പോകുന്നു, ബ്ലോക്ക് ചെയിനിലേക്ക് പോകാൻ പോകുന്നു. ഇത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ടോട്ടലി എക്സൈറ്റഡ്. അത് മെറ്റാർമി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 100% അത് ചെയ്യാൻ തീരുമാനിക്കോടൊപ്പം വളരെ ആവേശത്തിലും കൂടിയാണ് ഞാൻ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. പിന്നീട് പറയാനുള്ള ആ കാര്യം, നമ്മൾക്ക് നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. PBC മെറ്റ ഇന്ത്യയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ട്. കാരണം 2015 മുതൽ 2017 ബ്ലോക്ക് ചെയിനായിട്ട് ഉള്ള പ്രോഗ്രാം നിരവധി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ച ഒറ്റ വീഡിയോന്റെ ആ സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ടില്ലേ, 8 വർഷം മുന്നേ നടന്ന പ്രോഗ്രാമാണ്. ഇന്നും 4000 പേര് കണ്ടിട്ടില്ല ആ വീഡിയോ. അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇൻട്രസ്റ്റ്, നമുക്ക് താല്പര്യം ഒരിക്കലും ഇങ്ങനെയുള്ള വിവരങ്ങൾ എടുക്കാനില്ല. നമുക്ക് നിലവിൽ അത്യാവശ്യമുള്ള വിവരങ്ങൾ ഒരുപാട് വേറെ ഉണ്ട്, നമ്മളെല്ലാവരും അതിന്റെ പുറകെയാണ്. പക്ഷെ അറിഞ്ഞ ആളുകൾ ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഇവർ വലിയ രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിലുണ്ട്. ഞാൻ അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ ബിസിനസ്, ഇന്ത്യ CEOസിലെ ഒരു വലിയൊരു ബിസിനസ്സുകാരുണ്ട്, ലക്ഷ്മി നാരായൺ. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും.
അദ്ദേഹം ഇപ്പൊ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ നോക്കുമ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാലാമത്തെ തലമുറയാണ് യു എസിലെ ബിസിനസ്സുകാരനാണ്. അയാള് ഈ ഗോൾഡ് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരു വലിയ കമ്പനിയുടെ CEO ആണ് അയാള്. അദ്ദേഹം പറയുന്നത് ഇന്ത്യന്റെ ഭാവി അത്ര 2026 അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന അദ്ദേഹം പറയുന്നു. 2026 ഇന്ത്യ ലോകത്തില് ടോക്കണൈസ് ചെയ്യുന്നതിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന പറയുന്നു. അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി വീഡിയോസ് ഇന്ന് മാർക്കറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ടീമായി നിൽക്കുക. അതേപോലെ നമ്മൾ കമ്പനിനെ വിശ്വസിക്കുക, നമ്മുടെ സിസ്റ്റത്തിനെ 100% വിശ്വസിക്കുക, ലീഡേഴ്സിനെ വിശ്വസിക്കുക, ടീമിനെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും, നമ്മൾ വിചാരിച്ച ലക്ഷ്യം നേടാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചസ് പറഞ്ഞാൽ ഇന്ന് ഡയറക്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ MLM എന്ന് പറഞ്ഞ് ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്ന പേരാണ്, ഇത് ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ, ഡയറക്ട് സെല്ലിങ് അല്ലേ, MLM അല്ലേ, ചെയിൻ പരിപാടിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, 2026 കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും MLM എന്ന് പറഞ്ഞാലോ നമ്മളെ ഡയറക്ട് സെല്ലിങ് എന്ന് പറഞ്ഞാൽ അത് അല്ല, പേൾവിൻ ഇന്റർനാഷണൽ ഒരു വലിയൊരു പ്രസ്ഥാനാണെന്നും സിസ്റ്റം തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്ക് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥ. ഹോൾഡ് ദ വിഷൻ, ട്രസ്റ്റ് ദ പ്രോസസ്. ഹോൾഡ് ദ വിഷൻ അന്ന് മുതൽ എഴുതി കാണിക്കുന്നതാണ്. നിങ്ങൾ വിഷനോട് കൂടി നിങ്ങൾ ഇതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകണം. അപ്പൊ ഞാൻ പറയാനുള്ളത്, നമ്മളെ നോട്ടിഫിക്കേഷൻ നമ്മളെ സിസ്റ്റത്തിൽ ഇപ്പൊ 4-ാം തീയതി ഇട്ട പ്രസന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ കാര്യം, ആദ്യത്തെ 2 ലൈൻ വായിച്ചാൽ തന്നെ ആർക്കും വേണം ഓപ്പൺ ആക്കിയിട്ട് വേണം നോക്കാം. 4-ാം തീയതി ഇട്ട പുതിയ നോട്ടീസ് നമുക്ക് വന്നിട്ടില്ല. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? The benefits and terms and conditions of the early bird reward offer are being updated to improve the referral program. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ റെഫറൽ പ്രോഗ്രാമിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ചില ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻ പ്രകാരം ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇത് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് വിൽ ബി റിലീസ്ഡ് ഷോർട്ട്ലി. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ താമസിയാതെ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേഷനെ കുറിച്ച് ആകെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ അടുത്ത നോട്ടീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. കാരണം അതിനുള്ളിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വേണം. ഇപ്പൊ നിലവിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന റെഫറൽ കമ്മീഷനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു വരുമാനം സിസ്റ്റം വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 4/1/2026 നോട്ടീസാണ്. എന്ന് വെച്ചാൽ 10 ദിവസം മുമ്പ് എടുത്ത ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ഞാൻ മലയാളം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തർജ്ജമ ചെയ്യാം. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ വായിക്കാം. ആദ്യം മുതൽ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക. റെഫറൽ പ്രൊമോഷൻ മെച്ചപ്പെടുത്തുന്നതിനായി ഏർലി ബേർഡ് റിവാർഡ് ഓഫറിന്റെ ആനുകൂല്യങ്ങളും നിബന്ധനകളും വ്യവസ്ഥകളും അപ്ഡേറ്റ് ചെയ്യുന്നു. പുതുക്കിയ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടും. ഇത്ര കാര്യം പറയുമ്പോൾ ആൻസർ കറക്റ്റാണ്. ഇത്ര മാത്രം പറഞ്ഞാൽ, കാരണം നമ്മുടെ റിവാർഡ് പ്രോഗ്രാം കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അതിന്റെ അപ്ഡേഷനാണ് ഇപ്പൊ നടന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസം 2-3 ദിവസം അപ്ഡേഷൻ നടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പല ആളും ചോദ്യം ഏർലി ബേർഡിൽ നമുക്കിപ്പോൾ കിട്ടുന്ന റിവാർഡ് കിട്ടുമെന്ന്. തീർച്ചയായിട്ടും കിട്ടുന്ന മാത്രമല്ല, കൂടുതൽ കിട്ടും. അതാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ അത്ര ബൃഹത്തായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അതുമല്ല, ന്യൂ ഇയറിന്റെ താഴെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, താങ്ക് യു ഫോർ യുവർ കണ്ടിന്യൂഡ് സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ് ഇൻ അസ്. വി ലുക്ക് ഫോർവേഡ് ടു അച്ചീവിങ് ന്യൂ മൈൽ സ്റ്റോൺ ആൻഡ് ഡെലിവറിങ് എക്സലൻസ് ടുഗദർ ഇൻ ദ ഇയർ അഹെഡ്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടൊരു കൊല്ലാണെന്ന് അവര് പറയുന്നുണ്ട്, മാർക്കറ്റ് പറയുന്നുണ്ട്, ഗവൺമെന്റ് പറയുന്നുണ്ട്. ആകെ നമ്മളെ പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നതിന്റെ ഒരു ശക്തി ഒന്ന് കൂട്ടണം. തീർച്ചയായിട്ടും ലീഡേഴ്സ് എന്തിനു വേണ്ടി റെഡിയാണ് നമ്മളെ ലീഡേഴ്സ്. പുതിയതായിട്ട് ആർക്കെങ്കിലും മെറ്റാക്രാറ്റ് ആവണമെങ്കിൽ പെട്ടെന്ന് അയക്കുക. കാരണം 2nd ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ചിലേക്ക് പോകുന്നുണ്ടാവും. 3rd ബാച്ചിന്റെ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് ഇപ്പം നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല.